ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വൈകുന്നേരം ചായയുടെ സമയത്തൊക്കെ വെറുതെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഡെസേർട്ടായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് 1.5 കപ്പ് പാലാണ്. അത് ഞാനൊരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒരു ഫ്ലേവറിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ചൂടായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു തിക്നെസ്സിനായിട്ട് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒരു 1/2 കപ്പോളം പാല് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കട്ടയൊന്നുമില്ലാതെ മിക്സ് ആക്കിയതിന് ശേഷം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിലേക്ക് ഒഴിച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് തിക്നെസ് ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു തിക്നെസ്സാണ് ഉണ്ടാവുള്ളൂ. അരിപ്പൊടി ചേർത്ത പാല് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് തിക്കായിട്ട് വരും. ഒരുപാടൊന്നും തിക്കാവില്ല. ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് തിക്കായി തുടങ്ങിയാൽ നന്നായിട്ടൊന്ന് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തിട്ടിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂ കിസ്മിസ് നന്നായിട്ട് വറവായിട്ട് വന്നാൽ നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നേന്ത്രപ്പഴം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കണം. നേന്ത്രപ്പഴം നെയ്യിൽ നമ്മൾ സാധാരണ വഴറ്റിയെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉടഞ്ഞു പോവണ്ട, ചെറിയ പീസായിട്ട് എടുക്കുന്ന രീതിയിൽ എന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പഴം നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് അതും പാനിൽ നിന്നും മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് അവല് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ അവല് ചേർക്കാം. ഞാനിപ്പോൾ മട്ട അവലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അവല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾ കൈകൊണ്ട് പൊടിച്ചാൽ പൊടിഞ്ഞു പോണ രീതിയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചൊരു 1/2 ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അവല് നന്നായിട്ട് ക്രിസ്പി ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് തണുത്തിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കിതിലേക്ക് വാട്ടി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവല് ചേർത്ത് കൊടുക്കാം. പിന്നെ അവല് നമ്മൾ ഇത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ അവല് കുതിർന്നു പോവും. പഴം നേരത്തെ ചേർത്താലും അവല് നമ്മളിത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അവല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ കിസ്മിസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. ഞാനിതിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് പഴത്തിൻ്റെ കുറച്ച് പീസും കുറച്ച് കാഷ്യൂ കിസ്മിസും കൂടി മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.